അസ്സലാമു അലൈക്കും. ഇന്ന് നെല്ലിക്ക കൊണ്ടുള്ളൊരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മഴക്കാലമൊക്കെ അല്ലേ, കുഞ്ഞുങ്ങൾക്കായാലും നമുക്കായാലും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കായാലും ഒക്കെ നെല്ലിക്ക കൊണ്ടുള്ള ലേഹ്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ഇവിടെ അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിലെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 കിലോ നെല്ലിക്ക ഉപ്പിലിടാനായിട്ട് വാങ്ങിച്ച് വെച്ചിരുന്നത്. അതൊരു 2 ആഴ്ച ഫ്രിഡ്ജിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അത് ഉപ്പിലിടക്കമൊന്നും നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇങ്ങനൊരു മരുന്ന് തയ്യാറാക്കിയാലോ. അപ്പോൾ നമുക്ക് ഈ മഴക്കാലവും തണുപ്പും ഒക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് അസുഖങ്ങളും പനികളും പിന്നെ പ്രതിരോധശേഷി കുറവും ഒക്കെ കുഞ്ഞുങ്ങൾക്കായാലും നമുക്കായാലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അതിനൊക്കെ ഒരു പ്രതിവിധിയാണ് ഈ നെല്ലിക്ക കൊണ്ടുള്ള ലേഹ്യം. പണ്ടേ പറയാറില്ല ഡെയിലി ഒരു നെല്ലിക്ക കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന്. അപ്പോൾ ഈ നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും 1/2 ടീസ്പൂൺ രാത്രി കൊടുത്തുകൊണ്ട് കിടത്താം. പിന്നെ നമുക്കായാലും രാവിലെയും വൈകിട്ടും ഓരോ ടീസ്പൂൺ കഴിക്കാം. അപ്പോൾ നെല്ലിക്ക ലേഹ്യം ഷുഗർ രോഗികൾക്കും കഴിക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് മധുരം ഇട്ട് ചെയ്യാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നെല്ലിക്ക ലേഹ്യം വർഷം തോറും സേവിക്കാവുന്നതാണ്. അപ്പം നെല്ലിക്ക എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഞാൻ ഈ നെല്ലിക്കയെല്ലാം ഒരു ബൗളിലോട്ട് കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി 2-3 തവണ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം ഒരു സ്റ്റീമറിലോട്ട് വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോൾ പുഴുങ്ങിയെടുക്കുമ്പോൾ മാത്രമാണ് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വെന്ത് കിട്ടണം, എങ്കിൽ മാത്രമേ ഇത് കൊള്ളാം. പിന്നെ പച്ചയ്ക്ക് ഇത് തോടിൽ നിന്ന് അതിൻ്റെ കുരുവിൽ നിന്ന് അടർത്തിയെടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. പക്ഷേ ഇത് വെന്തെടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മുടെ ആ വെള്ളമയമൊക്കെ മാറി വെന്തെടുക്കുമ്പോൾ ആ ലേഹ്യം കൂടുതൽ ചീത്തയാവാതെ കുറേ നാളുകൂടി നമ്മുടെ കയ്യിൽ ഇരിക്കും. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പച്ചയ്ക്ക് ചെയ്യുന്നവർക്ക് പച്ചയ്ക്ക് വേണമെങ്കിൽ അരച്ച് ചെയ്യാവുന്നതാണ്. ഇത് കുരുവിൽ നിന്ന് ഇളക്കിയെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതേസമയത്ത് പുഴുങ്ങിക്കഴിഞ്ഞാൽ കുരുവിൽ നിന്ന് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഞാൻ നെല്ലിക്കയെല്ലാം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. സ്റ്റീമറിൽ വെച്ച് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. നെല്ലിക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനതൊരു ബൗളിലോട്ട് ഇട്ടതിന് ശേഷം അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ഞാൻ കുരുവിൽ നിന്ന് അടർത്തി മാറ്റുന്നത്. അപ്പോൾ ഈ നെല്ലിക്ക ലേഹ്യം നമുക്ക് പിന്നെ മഴക്കാലത്ത് മാത്രമല്ല കേട്ടോ, നെല്ലിക്ക കിട്ടുന്ന സീസണിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് ചെയ്ത് വെച്ചിരുന്നാൽ അത് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് കുറേശ്ശെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വർഷം മുഴുവനും വേണമെങ്കിൽ നമുക്ക് നെല്ലിക്ക കൊണ്ടുള്ള പല വിഭവങ്ങളും കഴിക്കാവുന്നതാണ്. പച്ചയ്ക്ക് നെല്ലിക്ക കഴിക്കാൻ ചിലർക്ക് ഇഷ്ടം ഉണ്ടാകത്തില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു സ്പൂണോ 1/2 ടീസ്പൂണോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഒരു നെല്ലിക്കയുടെ അളവിൽ മാത്രം നമ്മൾ കഴിച്ചാൽ മതി. അപ്പോൾ അത്രയും തന്നെ ശരീരത്തിന് ഗുണമാവുകയും ചെയ്യും. നെല്ലിക്ക കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഷുഗർ രോഗികൾക്കാണെങ്കിൽ നെല്ലിക്ക രസായനമൊക്കെ നല്ലതാണ്. അത് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഷുഗറൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാനും ശരീരം പുഷ്ടിപ്പെടാനും ഈ ഒരുമാതിരി ഷുഗറൊക്കെ വന്ന് ഒരുപാട് ക്ഷീണിച്ച് പോയവർക്കൊക്കെ ആണെങ്കിൽ ആ ക്ഷീണമൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് നെല്ലിക്ക എല്ലാം കൊണ്ടും നല്ലതാണ്. പണ്ടുള്ള അമ്മമാരൊക്കെ പറയാറില്ലേ, നെല്ലിക്ക ധാരാളം കഴിക്കുന്നത് നല്ലതാണ്, മുടി കൊഴിച്ചിൽ മാറാനും പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ കാൽസ്യത്തിൻ്റെയൊക്കെ അളവ് കുറവുള്ളവർക്ക് അതൊക്കെ പിന്നെ ആവശ്യത്തിന് കിട്ടാനും ഈ എല്ലിൻ്റെ ബലത്തിനുമൊക്കെ നെല്ലിക്ക നല്ലതാണ്. അങ്ങനെ കുരുവിൽ നിന്നെല്ലാം മാറ്റിയെടുത്ത നെല്ലിക്ക നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അപ്പം പുഴുങ്ങി എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാനും പറ്റും. അങ്ങനെ അതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത ശേഷമാണ് നമ്മൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതൊരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ടാണ് ഇതൊന്ന് അടിച്ചെടുത്തത്. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് അടിച്ചെടുത്ത് ഒരു ഉരുളിയിലോട്ടാണ് ഇത് മാറ്റിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഉരുളിയിലോട്ട് നമ്മൾ ഇത് അടിച്ചെടുത്ത എല്ലാം മാറ്റിയതിന് ശേഷം പിന്നെ മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്.
ഇപ്പം നമുക്ക് ഇത്തിരി വെള്ളമയമൊക്കെ ചേർക്കാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായിട്ട് കുറുക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി വെള്ളം ചേർത്തെന്നും പറഞ്ഞ് കുഴപ്പമൊന്നും വരത്തില്ല. പിന്നെ വെളിയിൽ ഇത് വെച്ചിരുന്നാൽ കുറച്ച് ദിവസമൊക്കെ ഇരിക്കത്തുള്ളൂ, അത് കഴിഞ്ഞാൽ ഇത് പൂത്തു പോവും. അതിനേക്കാൾ നല്ലത് നമ്മളൊരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങ് ഫ്രിഡ്ജിലാക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ കഴിക്കുന്നതിന് രാത്രി ഒരു 3-4 ടേബിൾ സ്പൂൺ ഒരു കുപ്പിക്കകത്തെടുത്ത് വെളിയിൽ വെച്ചിട്ട് അത് തീരുമ്പം എടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഈ ലേഹ്യം ചെയ്തത്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ രാത്രി കിടക്കാൻ നേരത്ത് ഒത്തിരി കൊടുത്താൽ അവരുടെ തുമ്മൽ, ജലദോഷം, പനി, ചുമ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഒരു ആശ്വാസമാവും. പിന്നെ കാൽസ്യം ധാരാളം അടങ്ങിയ ഒരു വിഭവമാണ് നെല്ലിക്ക. കാൽസ്യത്തിൻ്റെ കലവറയാണ് നെല്ലിക്ക. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലിനായാലും മുടിക്കായാലും കാൽസ്യം വേണം. നമ്മുടെ ശരീരത്തിൽ കുറവുള്ളവർ ഈ നെല്ലിക്ക ഡെയിലി ഒരെണ്ണം കഴിക്കുകയോ ഇങ്ങനെ ലേഹ്യം ഉണ്ടാക്കി കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഞാനിവിടെ നെല്ലിക്ക ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ശർക്കര വലിയ അച്ചിലെ ശർക്കരയാണ്, അതുകൊണ്ട് തന്നെ ഒരു 2.5 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മധുരം വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. അങ്ങനെ 2.5 അച്ച് ശർക്കര എടുത്ത് അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അത് അടുപ്പിലിരുന്ന് ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് കുറച്ച് മരുന്ന് കൂട്ട് തയ്യാറാക്കണം. അതിനായി അയമോദകവും ജീരകവുമാണ് ഞാനിവിടെ പൊടിച്ചെടുക്കുന്നത്. അയമോദകം ഒരു 2 ടീസ്പൂണും ജീരകം ഒരു 3 ടീസ്പൂണും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. വറുത്ത് പൊടിച്ചെടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇത് ഞാൻ പച്ചയ്ക്ക് തന്നെ പൊടിച്ചെടുക്കുകയാണ്. അങ്ങനെ അയമോദകവും ജീരകവും കൂടെ പൊടിച്ച്, അപ്പോൾ അയമോദകം നമ്മൾ ലേഹ്യം ഉണ്ടാക്കുന്നതിനകത്ത് അയമോദകം ചേർക്കുമ്പോൾ തന്നെ ആ ഒരു അങ്ങാടി മരുന്നിൻ്റെയൊക്കെ ഒരു മണം നമ്മുടെ ഏത് ലേഹ്യത്തിനായാലും അയമോദകം ഇടുമ്പോൾ ആ ഒരു മണം കിട്ടുന്നതാണ്. അങ്ങാടിയിൽ നിന്ന് നമ്മൾ ഈ ആയുർവേദത്തിൽ നിന്ന് നമ്മൾ ഈ ലേഹ്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മണം ഈ അയമോദകം ചേർക്കുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ കരിപ്പെട്ടി ഇല്ലാത്തത് കൊണ്ടാണ്, അതായത് പാംജാഗിരി ഇല്ലാത്തത് കൊണ്ടാണ് ശർക്കര ചേർക്കുന്നത്. പാംജാഗിരി ഉള്ളവർ പാംജാഗിരി തന്നെ ചേർക്കണം. അപ്പോൾ പാംജാഗിരി, ഈ കരിപ്പെട്ടി എന്ന് പറയുന്ന സാധനം നമ്മുടെ നടുവിനൊക്കെ നല്ല ബലം കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ഉള്ളവർ അത് തന്നെ ചേർക്കണം. അതും അതിനകത്തും കാൽസ്യമൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം അയണും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നെല്ലിക്കയിലും കാൽസ്യം അയണും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പം പാംജാഗിരി ഉള്ളവർ അത് ചേർക്കുക, അതായത് കരിപ്പെട്ടി. പിന്നെ ഞാനിപ്പം ശർക്കരയാണ് ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശർക്കര ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി വ്യത്യാസം വേറെ ആയിരിക്കും. അങ്ങനെ ഇതെല്ലാം കൂടെ, അപ്പോൾ ഞാൻ ശർക്കര എല്ലാം ഉരുക്കി ചേർത്ത ശേഷം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിത് അടുപ്പിലോട്ട് കയറ്റിയിട്ടുണ്ട്. അടുപ്പിൽ വെച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നമുക്ക് നല്ല രീതിയിലെടുക്കാം. പിന്നെ നമുക്ക് ഒരുവിധം തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഉപ്പ് ഒരല്പം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ലേഹ്യം ഏത് ഉണ്ടാക്കിയാലും ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഞാനിതിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുറച്ച് പണിയുള്ള സംഭവമാണ്. 1.5 മണിക്കൂറോളം എടുത്ത് ഇത് ലേഹ്യമാക്കി എടുക്കാൻ. കാരണം ഇത് തിളച്ചൊക്കെ വരുമ്പോഴത്തേനും ഒന്ന് പൊട്ടിയൊക്കെ തെറിക്കും. അപ്പം ഈ കുറച്ച് വലിയ പാത്രത്തിലാക്കുന്നതാണ് നല്ലത്. എനിക്കൊരു അബദ്ധം പറ്റി, ഈ ചെറിയ ഉരുളിയിലായിപ്പോയി. അതുകൊണ്ട് എൻ്റെ കയ്യിലൊക്കെ തെറിച്ച് വീണായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നവർ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ വേണം ഇടാൻ. അതുപോലെ വലിയ തവിയോ എന്തെങ്കിലും ചട്ടുകോ ഒക്കെ കൊണ്ട് വേണം ഇളക്കാൻ, കയ്യിലൊന്നും തെറിക്കാതിരിക്കാൻ. ഇതിപ്പോൾ ഇവിടെ എല്ലാം തെറിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ നേരത്തെ പൊടിച്ചെടുത്ത ആ ജീരകവും അയമോദകവും ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ചുക്കാണ്, ചുക്ക് പൊടിയും കൂടെ ചേർത്തത്. അപ്പോൾ ലേഹ്യത്തിനെല്ലാം ഇച്ചിരി ചുക്ക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പം അത് ഗ്യാസൊക്കെ അടങ്ങാനും നമ്മുടെ വയറ് ശുദ്ധീകരിക്കാനും ഒക്കെ നല്ലതാണ് ചുക്ക് പൊടി. അങ്ങനെ ചുക്ക് ചേർത്തതിന് ശേഷം വീണ്ടും ഇളക്കി നന്നായിട്ടൊന്ന് വരണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇതിനകത്തോട്ട് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നെയ്യ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വരുമ്പോൾ ആ രുചി ഒന്ന് വേറെയുമാണ്. അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് എണ്ണ തെളിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിപ്പം ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാത്തതുകൊണ്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുന്നവർക്ക് നെയ്യ്
ഒരല്പം നെയ്യ് ചേർത്താൽ മതി. നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെ വീണ്ടും വീണ്ടും നെയ്യൊക്കെ ചേർത്ത് ഇളക്കി വരട്ടി നമ്മൾ ആ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം വരെ നമുക്ക് വരട്ടി ഇതെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെയധികം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ, വളരെയധികം നമ്മുടെ ശരീരത്തിന് ഹെൽത്ത് ധാരാളമായിട്ടുണ്ടാവുന്ന ഒരു ലേഹ്യമാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. അടുപ്പിൽ നിന്ന് മാറ്റി ഗ്ലാസ് ജാറിലോ മൺപാത്രങ്ങളിലോ ഒക്കെ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ നെല്ലിക്ക ലേഹ്യമാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. ഇത് കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് അങ്ങ് കറുക്കും. ഇതിൻ്റെ ആ അയൺ കണ്ടൻറ്റൊക്കെ ഇറങ്ങി വന്നിട്ട് നന്നായിട്ട് കറുത്തിരിക്കും ഈ ലേഹ്യം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്ന് വെച്ചാൽ അയൺ ധാരാളം അടങ്ങിയതാണ് നെല്ലിക്ക. കാൽസ്യം, അയൺ എല്ലാം ധാരാളം അടങ്ങിയതാണ് നെല്ലിക്ക. അപ്പോൾ നെല്ലിക്ക നമ്മുടെ മുടിക്കും എല്ലിനും പ്രധാനമായിട്ട് വേണ്ടത് കാൽസ്യം, അയണും ഒക്കെയാണ്. അപ്പോൾ അത് ധാരാളമുള്ള നെല്ലിക്കയുടെ വില കുറഞ്ഞ് നമുക്ക് ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് വെക്കുന്നത് വലിയ ഭരണികളിലോ കുപ്പികളിലോ ഒക്കെ ആക്കി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ അടിയിലത്തെ തട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വർഷം തോറും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നെല്ലിക്ക വാങ്ങിച്ച് ഉപ്പിലിട്ടോ അച്ചാറിട്ടോ ഒക്കെ വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക ലേഹ്യമാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.